ഈ ആർജക്കർ ഹോസ്പിറ്റലിൻ്റെ കാര്യം ഇപ്പോൾ അവളെ കുറ്റവാളിയായിട്ട് പോലീസ് കണ്ടെത്തി, അവസാനം CBI കണ്ടെത്തി. CBI കുറ്റപത്രം നൽകി, കോടതി അയാളെ ശിക്ഷിക്കുമെന്ന് നമുക്ക് ഉറപ്പായി. അതെ. അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും അത് സമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. സഞ്ജയ് റോയ് എന്നാണ് ആ ജീവനക്കാരൻ്റെ പേര്. അയാൾ ഹോസ്പിറ്റലിനകത്ത് പലതരത്തിലുള്ള ഇടപാടുകളിലും മുഴുകിയിരുന്ന ഒരാളായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിനകത്തുള്ള ഭരണ സംവിധാനവുമായി ഇടപഴകി നിരന്തരമായിട്ട് അഴിമതി നടത്തിയിരുന്ന ഒരു വലിയ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. അതെ അതെ. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അവിടെ നടന്നിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സംരക്ഷകനും അതിൻ്റെ ഗുണഭോക്താക്കളുമായിരുന്നേ. അതുകൊണ്ടാണ് അയാൾക്ക് സംരക്ഷണം ലഭിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു വലിയ ശൃംഖലയാണ്, അധോലോക ശൃംഖല. ആ ശൃംഖല സ്വാഭാവികമായിട്ട് ഇയാളെ രക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ പോലീസ് അസ്വാഭാവിക മരണത്തിന് മാത്രം കേസെടുത്ത് ഇയാളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത്. അത് കണ്ടിട്ട് കലിയിളകിയിട്ടാണ് ഡോക്ടർമാരും അതേപോലെ തന്നെ ആരോഗ്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ജീവനക്കാരും തെരുവിലിറങ്ങി വലിയ പ്രക്ഷോഭമായി. തൃണമൂൽ കോൺഗ്രസിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടമായിട്ടത് വളർന്ന് വികസിച്ച സമയത്താണ് മമത പറഞ്ഞെങ്കിൽ ഞാൻ രാജിവെക്കാം എന്ന് പറയുന്നത്. അത്ര നിസ്സഹായാവസ്ഥയിൽ അവരെത്തിച്ച. പക്ഷേ CBIക്ക് കേസ് വിട്ടു. CBI അന്വേഷണം നടത്തി, അന്വേഷണം പൂർത്തീകരിച്ചു. ഇയാൾ കുറ്റക്കാരനാണ്, കൊടും ക്രിമിനലാണ് ഇവൻ എന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്.